എനിക്ക് വളരെ താല്പര്യം തോന്നി. നല്ല പാട്ട് എനിക്ക് നന്നായിട്ട് ഞാൻ ആസ്വദിച്ചു. അപ്പം ഇതിനകത്തെ എല്ലാ മെമ്പേഴ്സും ഇതുപോലെ നന്നായി പാടുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളും ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് ചർച്ചിലെ കൊയർ മെമ്പേഴ്സ് ആണ്. എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ കൊയർ മാസ്റ്ററും ഓർഗനിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. വളരെ സന്തോഷം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിലരെയൊക്കെ നിങ്ങളിൽ ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാം. അപ്പൊ നേരിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ ദൈവം അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതാത്മാവിനാൽ കർത്താവ് എനിക്ക് ഈ വചനം തന്നോ അതേ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. ഗലാത്യർ 1:15 ഇപ്രകാരം വായിക്കുന്നുണ്ട്: എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ. അവിടെ ഞാൻ നിർത്തുകയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. ഇവിടെ ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലനാണ് ഇത് പറയുന്നത്. എന്നെ ജനനം മുതൽ വിളിച്ച് വേർതിരിച്ച ദൈവമെന്ന്. നമുക്ക് അല്പം ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. ഈ പൗലോസ് അപ്പോസ്തലൻ നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം വചനത്തിൽ കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് നമ്മൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നത്. അവിടെ ശൗൽ എന്ന പേരില് ദൈവമക്കളെ, കർത്താവിന്റെ ശിഷ്യന്മാരെ ഏറ്റവും അധികം മുടിപ്പിച്ച് അവർക്കെതിരെ ഭീഷണി മുഴക്കി ഈ മാർഗക്കാരായിട്ടുള്ള വല്ലവരും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊല ചെയ്യാൻ വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ശൗല്. അപ്പം അങ്ങനെയുള്ളൊരു ശൗലിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിലും എന്നെ ജനനം മുതൽ വിളിച്ച് തന്റെ കൃപയാൽ വേർതിരിച്ചിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ മാനുഷികമായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം ഇങ്ങനെ ജീവിക്കുന്ന ഒരാളിനെ നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് അത് ഒരു ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്നൊന്നും ഒരു പക്ഷേ നമ്മളെപ്പോലെ ഉള്ളവർക്ക്, സാധാരണക്കാർക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ദൈവം തെരഞ്ഞെടുത്തത് ജനനം മുതലാണ്. ജനനം മുതൽ തെരഞ്ഞെടുത്ത പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചത് മറ്റൊരു രീതിയിൽ. പൗലോസിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലന്റെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, റോമ പൗരനാണ്. പിന്നെ നമ്മൾ അതിനകത്തൊരു വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണുന്ന എന്താണ്, വലിയ റബ്ബി ആയിട്ടുള്ള ഗമാലിയേലിന്റെ കീഴില് നയപ്രമാണമൊക്കെ മുഴുവൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഗമാലിയേൽ എന്നുള്ള റബ്ബി എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ഗ്രേറ്റസ്റ്റ് റബ്ബിയാണ്. ഇന്ന് നമ്മൾ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി എടുക്കുന്ന എഡ്യൂക്കേഷൻ പോലെ ഭയങ്കര പ്രൗഡായിട്ടുള്ള, ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ഈ എഡ്യൂക്കേഷൻ. ഈ ന്യായപ്രമാണത്തിൽ അത്രയും പഠിച്ച പൗലോസ് അപ്പോസ്തലൻ, അത്രയ്ക്ക് അറിയാവുന്ന, അപ്പം അതിൽ ഭയങ്കര ഊറ്റം കൊണ്ടിരുന്നു. അത് തന്നെയല്ല, തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള മറ്റ് എല്ലാവരിനെ കാട്ടിയും ഭയങ്കര തീവ്രമായിട്ടൊരു ശുഷ്കാന്തി ഉള്ളവനായിരുന്നു ഈ ശൗല്. സമപ്രായത്തിൽ എല്ലാവരും വെല്ലുന്ന ഒരു സ്വഭാവം. അതുപോലെ ദൈവസഭയെ അത്യന്തം മുട്ടിപ്പിച്ചു പോന്നവനാണ്. അതുപോലെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് ഭയങ്കര എരിവുള്ള ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പൊ ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ പഴയ കാലം. ഈ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലനെയാണ് ദൈവം പറഞ്ഞത് ജനനം മുതൽ വിളിച്ച് വേർതിരിച്ച ദൈവം. അപ്പൊ ദൈവത്തിന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും പോയിരിക്കുന്നത്. അപ്പൊ ദൈവം ജനനം മുതൽ നമ്മളെ വേർതിരിച്ചെങ്കിൽ ആ വ്യക്തി ആ ജീവിക്കുന്നതും ആ ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സെക്കൻഡിൽ അവനെ രൂപാന്തരപ്പെടുത്തണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ആ വ്യക്തി രൂപാന്തരപ്പെട്ടിരിക്കും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അന്ന് ദമസ്കോസിലോട്ടുള്ള യാത്രയുടെ മധ്യത്തില് നട്ടുച്ച നേരത്ത് ഈ ശൗലായിരുന്നു അന്ന്. ശൗൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു വലിയ വെളിച്ചം മിന്നുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയൊരു വെളിച്ചം മിന്നിയിട്ട് ഒരു ശബ്ദമാണ് കേൾക്കുന്നത്: ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇങ്ങനെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ആ ഒരു സെക്കൻഡിന്റെ മുമ്പിലത്തെ പോർഷനും ഈ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയും തമ്മിൽ കംപ്ലീറ്റ് ഒരു രൂപാന്തരമാണ് ഉണ്ടാകുന്നത്.
ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ശബ്ദം കേട്ട സെക്കൻഡിൽ പൗലോസ് അപ്പോസ്തലൻ, ഈ വലിയ വെളിച്ചം വന്നു, ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? ഇതെങ്ങനെ ചോദിക്കാൻ പറ്റി? ഇത് എങ്ങനെ ഈ കർത്താവേ എന്നൊരു വാക്ക് ഈ ശൗലിന്റെ വായിൽ നിന്ന് എങ്ങനെ വന്നു? ഇതെങ്ങനെ സംഭവിച്ചു? അവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി വരുന്നത്. ഞാനിപ്പോ നിങ്ങളോട് വചനമാണ് സംസാരിക്കുന്നത്. ഈ വചനം എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എബ്രായർ 4:12 വചനത്തെക്കുറിച്ച് പറയുന്നത്, വചനത്തെക്കുറിച്ച് പറയുന്ന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതെന്ന്, അതുപോലെ ജീവനും ചൈതന്യമുള്ളതായിട്ടാണ് പറയുന്നത്. അപ്പൊ ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ഇരുവായ്ത്തല എന്ന് വെച്ചാൽ 2 സൈഡും മൂർച്ചയുള്ളതാ. ഒരു കത്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ മൂർച്ചയാണ്, അത് ഒരു ഭാഗത്തോട്ടാണ് മുറിയുന്നത്. പക്ഷെ വചനം യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് വചനം സംസാരിച്ചാൽ ആ വചനം എൻ്റെ ഹൃദയത്തിലോട്ടും കടക്കും. അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലോട്ടും ആ വചനം കടക്കും. വചനം അത്ര ഷാർപ്പാണ്. അപ്പൊ അതിന് വേറെ ക്വാളിറ്റീസ് പറയുന്നത്, അത് അസ്ഥികളെയും സന്ധി മജ്ജകളെ വേർതിരിക്കുന്നത്, ഹൃദയത്തിലെ ചിന്തകളെ, നിരൂപണങ്ങളെ, ഭാവങ്ങളെ വേർതിരിക്കുന്നത്, അതേപോലെ ആത്മാവിനെയും ജീവനും, പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വേർപിരിക്കുന്നതാണ് വചനം. നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഇതെന്ത്, അതായത് വേർതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഘട്ടങ്ങളെ, സാഹചര്യങ്ങളെ വേർതിരിക്കാൻ പറ്റുന്നതാണ് വചനം. അപ്പൊ നമ്മൾ ചിന്തിക്കും, പലരും ബൈബിൾ എടുത്തിട്ട് 23-ാം സങ്കീർത്തനം യഹോവയുടെ ഇടയനാണ് ഇങ്ങനെ വായിച്ചു പോകുന്നു, അല്ലെ പല സങ്കീർത്തനങ്ങൾ, പല വേദഭാഗങ്ങളെ, ലേഖനങ്ങളൊക്കെ വായിക്കുന്നു. ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. യഥാർത്ഥത്തിൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലെ ഹൃദയപൂർവം, ശ്രദ്ധാപൂർവം ആ വചനം പരിവർത്തനം ചെയ്യുന്ന സാഹചര്യം, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട മക്കളിൽ, ആ തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡിൽ ആ വചനം നമ്മളിൽ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിരിക്കത്തില്ല അടുത്ത സെക്കൻഡിൽ നമ്മളിൽ കൂടി കടന്നു പോകുന്നത്. ഇന്ന് ഏറ്റവും ശരിക്കും ഹൃദയത്തിലെ ഭാവങ്ങളെയും നിരൂപണങ്ങളെയും വേർതിരിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാകാം. ചില ആളുകൾക്ക് ചില കാര്യങ്ങളോട്, അല്ലെ ചില ആളുകളോട് അവർക്ക് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാര്യം അവരുടെ മനസ്സിലാണ്, അവരങ്ങ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന ആളുകൾ ഇന്ന രീതിയിലാണ്, അതാ കറക്റ്റ്, അതാണ് സത്യം. അതിൻ്റെ അപ്പുറത്തൊരു സത്യമില്ല. അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ, ഇന്ന രീതികൾ, ഇന്നത് ശരിയല്ല, ഇന്നത് തെറ്റാണ്. അല്ലെ പലപ്പോഴും ഭയങ്കര ജഡ്ജ്മെന്റൽ ആകാറുണ്ട്. ചിലതൊക്കെ കാണുമ്പോഴത്തേക്കും ഇന്നതാന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു വെക്കും. ചില ചിന്തകൾ, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മളെ ശ്രമിച്ചാലും പറ്റുന്നില്ല. ഇതാണ് പലരുടെയും അവസ്ഥ. ചില വെറുപ്പുകളൊക്കെ ഹൃദയത്തിൽ നിന്ന് ഒരു രീതിയിൽ പോകാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ സമയത്താണ് വചനം, യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ വചനം, യഥാർത്ഥത്തിലുള്ള വചനം കടന്നു ചെല്ലുമ്പം ആ സെക്കൻഡില് ആ വചനം, അത്രയ്ക്ക് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളായിട്ടുള്ള വചനം, ആ തേജസ്സേറിയ ചൈതന്യമുള്ള വചനം കയറി ചെന്ന് കഴിയുന്ന സമയത്ത് ഈ ഒരു ഫീലിംഗ്, അല്ലെ നമ്മൾ ചിന്തിച്ചു വെച്ചിരുന്നത് അപ്പാടെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവം. ഇവിടെയാണ് വചനം യഥാർത്ഥത്തിൽ ക്രിയ ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ ശൗലിൽ അതാണ് സംഭവിച്ചത്. ശൗൽ അതുവരെ വിചാരിച്ചിരുന്നത് എന്താണ്, താൻ ചെയ്യുന്നത് കറക്റ്റാണ്, താൻ പഠിച്ചു വെച്ച കാര്യങ്ങൾ, യഹൂദ പാരമ്പര്യം അനുസരിച്ച്, അതിന്റെ ന്യായപ്രമാണം അനുസരിച്ച് എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം കറക്റ്റാണ്. അപ്പൊ ആ ശരിയായ കാര്യമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത്രയും ഒരു നല്ല മതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട്, യേശു എന്ന പേരും പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാര്, അവരെ ഇല്ലായ്മ ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും ഹിതകരമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും കറക്റ്റാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ആ ശൗൽ അതുവരെ ജീവിച്ചെങ്കിൽ, ആ ശബ്ദം കേട്ട ആ സെക്കൻഡിൽ ശൗലിന് മനസ്സിലാകുകയാണ്. അവിടെ പറയുന്നുണ്ട്, റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ, നീ എഴുന്നേറ്റ് പട്ടണത്തിലോട്ട് ചെല്ലുക, അവിടെ വെച്ച് നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരാമെന്നാ പറയുന്നത്. ആ ഒരൊറ്റ വാക്കില്
ആ ഒരൊറ്റ വാക്കില് ശൗല് പിന്നെ അവിടെ കണ്ണിന്റെ കാഴ്ച പോകുകയാ പറയുന്നത്. എന്നിട്ട് തപ്പിത്തടഞ്ഞിട്ട് ഈ തർശീശുകാരനായ യൂദ എന്ന ഒരാളുടെ ഭവനത്തില് കൈപിടിച്ചാണ് ശൗലിനെ അവിടെ കൊണ്ടുവന്നത്. 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ആ അന്ധകാരത്തിൽ ഇരുന്നു ശൗല്. ആ 3 ദിവസം അന്ന് നീ പട്ടണത്തിലോട്ട് ചെല്ലുക, അവിടെ വെച്ച് നീ ചെയ്യാനുള്ളത് എന്തോ അത് ഞാൻ നിന്നോട് സംസാരിക്കാന്ന് യേശു പറഞ്ഞു. തീർച്ചയായിട്ടും ദർശനത്തിൽ ആ 3 ദിവസം ശരിക്കൊരു ഉപവാസമായിരുന്നു ശൗലിനെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തോട് യഥാർത്ഥ ഉപവാസം അതാ, ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു സമയം. ആ അന്ധകാരത്തിൽ ആ തിന്നുകയോ കുടിക്കുകയോ ചെയ്ത് ഇരുന്ന ആ 3 ദിവസമാണ് ശൗലിന് യഥാർത്ഥത്തിൽ കർത്താവിൽ നിന്ന് നേരിട്ട് ദർശനങ്ങൾ ഉണ്ടാകുകയും ഉള്ളത് മുഴുവൻ അതുവരെ സംഭവിച്ചത് മുഴുവൻ ഒരു പിക്ചർ, ഒരു ഫിലിം പോലെ പൗലോസ് ജീവിതത്തിൽ അത് മനസ്സിലാക്കുന്ന ഒരു അനുഭവമാണ്. പൗലോസിന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് അനനിയാസ് എന്നൊരു ശിഷ്യൻ വന്ന് തനിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാഴ്ച പ്രാപിക്കുന്നതൊക്കെ ദർശനത്തിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് യേശുക്രിസ്തു തന്നെ അനനിയാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ചെല്ലുക, ശൗൽ എന്നൊരുവൻ അവിടെ കാഴ്ച പ്രാപിക്കുന്ന, അനനിയാസ് വന്ന് തലയിൽ തൊട്ട് കാഴ്ച പ്രാപിക്കുന്നതായിട്ട് ദർശനത്തിൽ കാണുന്നുണ്ട്, നീ ചെല്ലാൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അനനിയാസ് നേരത്തെ ശൗലിനെക്കാട്ടി നേരത്തെയുള്ള ശിഷ്യനാണ്. പക്ഷെ അനനിയാസ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യോ കർത്താവേ, എന്തുമാത്രം ദ്രോഹമാണ് ഈ യഹൂദന്മാർക്കൊക്കെ ഈ ശൗല് ചെയ്തത്, ഇവിടെയും വന്നത് ആ മാർഗക്കാരായിട്ടുള്ളവരെ നശിപ്പിക്കാനല്ല അല്ലയോ എന്ന് അനനിയാസ് യേശുവിനോട് ചോദിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്വഭാവം ഇത് തന്നെയാണ്. കർത്താവ് നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ ഉടനെ നമുക്കൊരു 100 ചോദ്യങ്ങളാ. നമ്മൾ ഈ സാഹചര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ അതെങ്ങനെയാ ശരിയാകുന്നത്, അത് ആ ആൾ അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ, ഇത് ഞാനിപ്പോ അവിടെ പോയാൽ അങ്ങനെ ശരിയാണ്, ഇതൊക്കെയാ ദൈവം നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ മനുഷ്യര് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് വലിയ ശിഷ്യനാണ്, എന്നിട്ട് പോലും അനനിയാസ് അവിടെ ചോദിച്ചു പോയി. അത് മാനുഷിക സഹജമായ ഒരു സ്വഭാവമാണ്. പക്ഷെ നമ്മള് കർത്താവിനോട് അത് മറുത്ത് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും അത് ചോദിച്ചു ശിഷ്യൻ. അവിടെ പറയുന്നുണ്ട്, നീ അവിടെ ചെല്ല്, അവന് ഇനി എന്തുമാത്രം കഷ്ടതകളിൽ കൂടി കടന്നു പോകേണ്ടതാണ്, എത്രമാത്രം പീഡനങ്ങൾ അനുഭവിക്കേണ്ടതാണ്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്, അവനിനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു. അവിടെ അനനിയാസ് പിന്നെ മറുപടി ഒന്നും ചോദിച്ചില്ല, നേരെ അനനിയാസ് ചെന്ന് ശൗലിന്റെ അടുത്ത് പറയാണ്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കുക, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുക എന്ന് പറഞ്ഞ് തലയിൽ കൈവെക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചെതുമ്പല് പോലെ പാട പോലെ വീണു മാറി ശൗല് അവിടെ കാഴ്ച പ്രാപിക്കുകയാണ്. അവിടെ കാഴ്ച പ്രാപിച്ചതിന് ശേഷം ശൗല് പെട്ടെന്ന് പിന്നെ ചെയ്യുന്ന പ്രോസസ്സ് അവിടെ പറയുന്നത് സ്നാനമേറ്റു, പിന്നീട് ഭക്ഷണം കഴിച്ചെന്നാണ്. അവിടെ ഈ സ്നാനമേക്കുക എന്നുള്ള കാര്യമൊന്നും ശൗലിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ആ സമയത്ത് യേശു കർത്താവ് തന്നെ ശൗലിനോട് പറഞ്ഞു. ശൗലിന് അവിടെ പൂർണ്ണമായിട്ടൊരു മാറ്റമാണ് ശൗലിന് ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ നമ്മൾ കാണുന്നത് ശൗല് നേരെ തനിക്ക് മുമ്പേ ശിഷ്യന്മാരായവരോടൊന്നും അഭിപ്രായം ചോദിക്കാനൊന്നും പോയില്ല, നേരെ അറേബ്യയിലോട്ട് പോയെന്ന് പറഞ്ഞു. ഒരു 3 വർഷം അവിടെ പുറത്തായിട്ടാണ് കാണുന്നത്. അപ്പൊ അറേബ്യയിലോട്ട് എന്തിനു പോയി എന്നൊന്നും നമ്മൾ ആ വചനത്തിൽ അവിടെ ബൈബിളിൽ നമ്മളത് കാണില്ല. അറേബ്യയിലോട്ട് പോയെന്നല്ലാതെ അറേബ്യയിൽ എന്തിനു പോയെന്ന് അവിടെ കാണുന്നില്ല. പക്ഷെ അവിടെ അറേബ്യ എന്ന് നമ്മൾ പലപ്പോഴും അറേബ്യ എന്ന് കാണുന്നത് ഒരു ഡെസേർട്ട് ഫീലിംഗ്, ഒരു മരുഭൂമി, ഒരു മീൻസ് ഒരു ഡെസേർട്ട്നെസ്, ഒരു ലോൺലിനെസ്, ഒരു ഒറ്റയ്ക്കുള്ള ഒരു വരൾച്ചയുടെ ഒരു അനുഭവം. അതായത് ആ ഒരു 3 വർഷം അവിടെ ശൗല് ദൈവത്തിങ്കൽ നിന്ന് തന്നെയാണ് സകലവും പഠിച്ചെടുത്തത്. കർത്താവ് പരിശുദ്ധാത്മാവ് തന്നെയാണ് ശൗലിനെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ഒരൊറ്റ ശിഷ്യന്മാരുടെ അടുത്ത് പോകുന്നതായിട്ട് കാണുന്നില്ല. പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ശിഷ്യന്മാരെ ഓരോരുത്തരെയൊക്കെ കാണുന്നതായിട്ടൊക്കെ കാണുന്നത്. അപ്പൊ അവിടെ കർത്താവ് ഡയറക്റ്റ് ആണ് ശൗലിന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും രൂപാന്തരമാണത്. അപ്പം ഈ ലോകത്തിലേക്ക് വെച്ചും ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത് ഈ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതും അല്ലെ അങ്ങനെയുള്ള വലിയ രോഗങ്ങൾ സൗഖ്യമാക്കുന്നതൊക്കെ വളരെ അത്ഭുതമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീര്യപ്രവൃത്തികളൊക്കെ വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണുമ്പോൾ അതാണ് അത്ഭുതമായിട്ട് തോന്നുന്നത്. കാര്യം ഒരു മനുഷ്യന്റെ മനസ്സിനൊരു മാറ്റം വരുന്നതൊന്നും പുറമേ ഒന്നും അധികം ആളുകൾക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ കുറച്ചു പേർക്കേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ലോകം കാണുന്ന മിറക്കിളായിട്ട് കാണുന്ന ഇതാണെങ്കിലും ഏറ്റവും വലിയ മിറക്കിള് ഒരു മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു രൂപാന്തരമാണ്. എത്ര വലിയ രോഗമാണെങ്കിലും സൗഖ്യമായിട്ട് ആ മനുഷ്യന്റെ മനസ്സിന് കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ അതിലെന്താണ് ഒരു പ്രയോജനം? ആ മനുഷ്യൻ ജീവിക്കുന്ന അത്രയും കാലം സുഖമായിട്ട് ജീവിക്കുന്നതല്ല, അവന്റെ കറക്റ്റ് ആ മനസ്സിലുള്ള
മനസ്സിൽ നിന്ന് മാറേണ്ടുന്ന കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ അവിടെ അതൊരു ശരിയായിട്ടുള്ള ഒരു രൂപാന്തരമായിട്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പം യഥാർത്ഥ വചനം ഒരു വ്യക്തിയിൽ ക്രിയ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്താണെന്നറിയാം? നമ്മളുടെ മനസ്സിലെ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്, മാറ്റം വരുന്നത്. ഇവിടെ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പൗലോസിനെ കൊണ്ടാണ് പിന്നീട് നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ 27 സുവിശേഷങ്ങൾ പുതിയ നിയമത്തിലുണ്ടെങ്കിൽ അത് 13 സുവിശേഷവും എഴുതിയത് ഈ പൗലോസ് അപ്പോസ്തലനാണ്. അപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പുറകിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ വലിയ സ്കോളർ ആയിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഗമാലിയലിന്റെ കീഴിലൊക്കെ അത്രയും പഠിച്ചു. അപ്പം ഇതൊക്കെ പഠിച്ചതൊന്നും വെറുതെ ആയില്ല. ഇന്നും നമ്മളെയൊക്കെയും ദൈവം പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടാവും. പല കാര്യങ്ങളും നമ്മളെയും നേരത്തെ ഇപ്പൊ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയാണേലും അതിന്റെ മുമ്പിലുള്ള ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ കൂടി, ചില ഘട്ടങ്ങളിൽ കൂടിയൊക്കെ നമ്മളെ കടത്തി വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ഇൻസിഡന്റും കറക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ കൂടി തന്നെയാണ് പോകുന്നത്. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ആ സ്കോളർ ആയെങ്കിൽ അത്രയും പ്രധാന ഇത്രയും ലേഖനങ്ങൾ ഇത്ര ചിട്ടയായിട്ട് എഴുതാൻ പൗലോസിനെ സാധിച്ചു. പരിശുദ്ധാത്മാവിൽ കൂടി തന്നെയാണ് അത് എഴുതിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഒന്നും അവിചാരിതമല്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും അവിചാരിതമല്ല. എല്ലാം കറക്റ്റ് ദൈവത്തിന്റെ പദ്ധതി കൂടി മാത്രമാണ് സംഭവിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പൊ എൻ്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കരുനാഗപ്പള്ളിയാണ് എൻ്റെ വീട്. അപ്പം എനിക്ക് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ കൂട്ടായ്മ പ്രാർത്ഥനകളൊക്കെ നടത്തുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രാർത്ഥിക്കണോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കത് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ എല്ലാവരുടെയും പുറകിലൊക്കെ പോയി കൂനിയൊക്കെ ഇരിക്കുക, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, അങ്ങനെ പറ്റുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പള്ളിയിലെ ബൈബിള് വായിക്കാനൊക്കെ പറയുമ്പോഴും ഭയങ്കര സ്ട്രെയിനാണ്. വായിക്കും, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും, പക്ഷെ ഭയങ്കര പേടി പോലെ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ജീവിതം. അപ്പൊ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ ദൈവവചനം പറയുമെന്നോ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ സ്റ്റേജ്. ആ ഒരു ഫീൽഡും അങ്ങനെ വരാനും ഒന്നും ഞാൻ സാധാരണ ഒരു നല്ല ജീവിതം, നല്ലൊരു കുട്ടിയായിട്ട് നല്ല സ്വഭാവത്തിൽ ജീവിക്കണം എന്നതിലപ്പുറമായിട്ട് ഈ വചനം എടുത്ത് സംസാരിക്കണമെന്നോ ആ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുമെന്നോ ഒന്നും എനിക്ക് ചിന്തയില്ലായിരുന്നു. പക്ഷെ എന്നെ ഇവിടുന്ന് കരുനാഗപ്പള്ളി കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ ഞാൻ വന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ കുറെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. പ്രതിസന്ധി മീൻസ് പലവിധ രോഗങ്ങൾ കടന്നു വന്നു. ഒന്നൊന്നായിട്ട് മോളുടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വളരെ ഒരു 3 ഇയേഴ്സ് അല്ല, മോളെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങൾ. ഒരു സ്കിൻ ഡിസീസ് വന്നു, ഹസ്ബൻഡാണേലും പലത് വന്ന് ഒരു വല്ലാത്തൊരു ടഫസ്റ്റ് സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പോലെ. കാര്യം എങ്ങനെ നമ്മൾ ദൈവത്തോട് അടുത്ത് തന്നെയാണ്, ചർച്ചിനോട് അടുത്താണ് നിൽക്കുന്നത്, അങ്ങനെ ഒക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ പേഴ്സണലി എത്രമാത്രം വചനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെ സാധാരണ നോർമൽ ചർച്ച് ഗോയിങ് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. പക്ഷെ അന്ന് കർത്താവിനെ യഥാർത്ഥത്തിൽ ശരിക്കും എൻകൗണ്ടർ അടുത്തറിയാനുള്ള സാഹചര്യങ്ങൾ വന്നു. ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ആ സമയത്തും ഞാനിവിടെ ഒരു ചെറിയ ഗ്രൂപ്പിലൊക്കെ പോയി, പ്രെയർ ഗ്രൂപ്പിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അവിടെയുള്ള സഹോദരിമാരുടെ ഒരു കൂട്ടവാ. അപ്പൊ അവിടെ സഹോദരിമാരെല്ലാം എപ്പോഴും ടെസ്റ്റിമണി ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ അവർ പറയും. പക്ഷെ നിന്ന് ദൈവത്തെ ഇന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഭയങ്കര കർത്താവിനോട് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ. പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് 2 വാക്ക് പറയാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ എന്താന്ന് അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. അതാണ് എൻ്റെ സ്റ്റേജ്. അങ്ങനെ ഇരിക്കെ എനിക്കാണെങ്കിൽ ചെറുപ്പകാലം തൊട്ട് ഒത്തിരി അനുഭവങ്ങൾ, കുഞ്ഞായിരുന്ന സമയം തൊട്ട് എനിക്ക് ഭയങ്കര മിറക്കിൾസ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതെല്ലാം കൂടെ എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഫുൾ ഓഫ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ദൈവം എനിക്ക് ചെയ്തിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി വിടുതൽ, ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഗ്രൂപ്പിൽ പോകുന്ന ഒരു സമയത്ത് എൻ്റെ വീടിന്റെ സൈഡിൽ
ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഞാൻ ഒരു വലിയൊരു തേക്ക് നിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ തേക്കിന്റെ ഇലയെല്ലാം കൂടെ വെട്ടി ഇങ്ങനെ ഇട്ട് പിന്നെ ഞങ്ങള് വീടിന്റെയും മതിലിന്റെ ഇടയിൽ ഒരു നീണ്ട ഒരു ഗ്യാപ്പാ ഉള്ളത്. അപ്പൊ ആ ഗ്യാപ്പിൽ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഈ തേക്കിന്റെ ഇല ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, മതിലിനെക്കാട്ടിയും പൊക്കത്തില്. അത്രയും വെട്ടി ഒറ്റത്തടിയായിട്ട് നിർത്താൻ വേണ്ടി അങ്ങനെ വെട്ടിയിട്ടു. അതൊരു 3-4-5 മാസം അവിടെ കിടന്നിട്ട് അതങ്ങ് ഉണങ്ങി. അപ്പം ഈ നീളത്തിൽ ഫുള്ള് നീണ്ട ഒരു വീടാണ് ഞങ്ങളുടെ. അപ്പൊ നീളത്തിൽ അറ്റം വരെ ഇതിങ്ങനെ ഇല ഇങ്ങനെ കിടപ്പുണ്ട് തിക്കായിട്ട്. അപ്പൊ അത് ഞാനന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയം, കുഞ്ഞുങ്ങൾ രണ്ടും ചെറുതാണ്. അപ്പൊ മോക്ക് സ്കിന്നിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ മോളെയൊക്കെ എണ്ണയൊക്കെ ഇടിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുക. അന്നൊരു സെക്കൻഡ് സാറ്റർഡേ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇതിപ്പോ എത്ര കാലമായിട്ട് ഈ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊന്നും മാറ്റാൻ വേറെ ഒരു മാർഗ്ഗവും ആകെയുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ കുറച്ചെടുത്ത് വേറെ ഒരു സ്ഥലത്തിട്ടിട്ട് ഇത്തിരി ആയിട്ട് സമയം കിട്ടുമ്പോൾ കത്തിച്ച് കളയാന്നുള്ളതാണ് ഒരു മാർഗ്ഗം. അപ്പൊ എനിക്ക് അന്ന് ഇങ്ങനെ തോന്നി, ഇത് ഒരു കാര്യം ചെയ്യാം, ഇന്ന് എനിക്കിപ്പോ സമയമുണ്ട്, കൊച്ചിനെ എണ്ണയൊക്കെ തേപ്പിച്ച് അവിടെ നിർത്തി. മോന് 2 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ മോൻ എന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കത്തിക്കാന്ന് വെച്ചു. അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഒരു പിടി എടുത്തിട്ട് ഒരു ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി. ഒത്തിരി അകലെ അല്ലെങ്കിലും കുറച്ച് ഇങ്ങോട്ട് മാറ്റി. ഇത് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്, ഒരു 10 ഗ്യാപ്പ്. അപ്പൊ ഇങ്ങോട്ട് മാറ്റി ഇട്ടിട്ട്, അപ്പൊ ഞങ്ങളുടെ വീട് പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അകത്തുനിന്ന് ഒരു ചെറിയ വട്ടം മാത്രമേ ഉള്ളൂ, സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ. അപ്പൊ ഗ്യാസ് കുറ്റിയൊക്കെ അവിടെ പുറത്തായിരിക്കുന്നത്, ഈ സംഭവം ഇരിക്കുന്നിടത്ത്. അപ്പൊ ഞാൻ ഈ കുറച്ച് കരിയില എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിന് തീ കൊടുത്തു. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഞാൻ നോക്കി നിൽക്കേ, എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ തീ അങ്ങോട്ടങ്ങ് എന്തോ ഒരു തീപ്പരി പോയി അങ്ങോട്ട് വീണ് അതിന് തീ പിടിച്ചിട്ട് പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാല്, ഇതങ്ങോട്ട് തീ പിടിച്ചിട്ട് ഫുള്ള് അങ്ങ് പൊക്കത്തി. ഇത്രയും ഇല്ലേ, ഇത് തേക്കിന്റെ ഇലയെന്ന് വെച്ചാൽ ഉണങ്ങി കഴിയുമ്പോൾ എന്തോ ഒരു ഓയിലും വരും, അതങ്ങ് പൊക്കത്തിൽ അങ്ങോട്ട് തീ പിടിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങി. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നൊരു ഫോറിനർ, ഒരു സായിപ്പ് താമസിക്കുന്നുണ്ട്. അപ്പം ഇയാൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി, ഫയർ എന്ന് പറഞ്ഞിട്ട്. കാര്യം സൈഡിലുള്ള പൈപ്പിൽ കൂടെ എല്ലാം പിടിച്ച് ഭയങ്കര തീപിടുത്തം. ഭയങ്കര ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ആളിക്കത്തി ഒരു കാട്ടുതീ പോലെ അങ്ങ് ആയിപ്പോയി ഈ സംഭവം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. അപ്പുറത്തെ ഒരു ടീച്ചറാ താമസിക്കുന്നത്. ടീച്ചർ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുവാ ടീച്ചർ. എനിക്ക് പേടി വരുന്നില്ല, എനിക്ക് അറിഞ്ഞൂടെ എന്താ എനിക്ക് അവിടെ സംഭവിച്ചെന്നുള്ളത്. എനിക്ക് ഒട്ടും പേടി വരുന്നില്ല. എനിക്ക് അറിയാം ഇത് തീർന്നു, ഇത് എന്തോ. പക്ഷെ എനിക്ക് പേടി വന്നില്ല ആ സമയത്ത്. ഞാനൊരു ബക്കറ്റ് എടുക്കാൻ പോയപ്പോ ആ ബക്കറ്റ് പൊട്ടിയിരിക്കുന്ന ഒരു ബക്കറ്റ് പുറത്തിരുന്നത്, വെള്ളവും ശരിക്കും വീഴുന്നില്ല. ഞാൻ കൊണ്ടുപോയിച്ചിട്ട് ഞാനെന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിൽ ഒരു വലിയ മിറക്കിൾ അവിടെ സംഭവിച്ചു, ഒരു വലിയ മിറക്കിൾ. അവിടെ സംഭവിച്ച മിറക്കിൾ എന്താന്ന് വെച്ചാല്, ഇത് കറക്റ്റ് ഈ തീ പോയിട്ട് ഒരു പൈപ്പിൽ പിടിച്ചു. അതായത് മുകളിലോട്ട് ടാങ്കിലോട്ട് പോയിരിക്കുന്ന ഒരു പൈപ്പില് തീ പിടിച്ചിട്ട് ഈ ഒരു ഹോൾ ഉണ്ടായി. ആ പൈപ്പിൽ ഒരു ഹോൾ ഉണ്ടായിട്ട്, നമ്മള് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മളിപ്പോ ഒരു വെള്ളം ഒരു ഹോസിൽ കൂടെ ഒഴിക്കണമെങ്കിൽ കറക്റ്റ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെള്ളം വീഴണമെങ്കിൽ കറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് ആ കറക്റ്റ് ഇത് പോയാലല്ല ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വീഴത്തുള്ളൂ. ഞാൻ കണ്ട ഒരു കാഴ്ച, എൻ്റെ കണ്ണ് തുറന്ന് കണ്ട ഒരു കാഴ്ചയാണ്. ആ ഹോസിൽ ഒരു ഹോള് വീണിട്ട് തീ എവിടെയൊക്കെയാണോ ആ സ്ഥലത്ത് ഇങ്ങനെ അങ്ങോട്ട് പോകും, പിന്നെ വെള്ളം ഇവിടം വരെ വരും, പിന്നെ അവിടം വരെ പോകും, ഇങ്ങനെ ആ കറക്റ്റ് ഡിസ്റ്റൻസ് എവിടൊക്കെ തീയുണ്ടോ അവിടൊക്കെ വന്നിട്ട് ഈ വെള്ളം തളിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ആ തീ ആ ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്ത് എത്തിയില്ല. അതിനു മുമ്പ് ആ തീ എൻ്റെ കാൽപാദത്തിലാ വന്ന് അണഞ്ഞു തീർന്നത്. ഞാൻ ഇങ്ങനെ നിന്ന് കാണുക, എൻ്റെ കാലിന്റെ മുമ്പിൽ ആ തീ വന്നണഞ്ഞത്. എനിക്കിത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിറ്റേ മീറ്റിങ്ങിന് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കുത്തുകൊള്ളാൻ തുടങ്ങി. ദൈവമേ, എന്തുവാ ഇവിടെ ചെയ്തത്? എന്താണ്? ഒരു കുടുംബം മുഴുവൻ നശിക്കും. തന്നെയോ അടുത്തുള്ള കുടുംബങ്ങൾ, ഫോർട്ട് കൊച്ചിയില് വീട് ക്ലോസ് ആണ്. അപ്പൊ അടുത്തടുത്തുള്ള കുടുംബങ്ങളിലോ ഒരു രാജ്യം മുഴുവൻ അറിയേണ്ട ഒരു വലിയ കെടുതി സംഭവിക്കാണ്ടത് ഇന്ന് എത്ര അത്ഭുതകരമായിട്ടാണ്. നിങ്ങൾക്ക് അത് എത്രമാത്രം ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാര്യം അത്രയ്ക്ക് തേക്കല ഉണ്ടായിരുന്നു അറ്റം വരെ. കാട്ടുതീ പോലെ വന്ന തീ അവിടെ കെട്ട് വീണപ്പോഴത്തേക്കും എനിക്കിത് മനസ്സിലായി, ഇത് ശരിക്കും കർത്താവ് അവിടെ പ്രവർത്തിച്ചതാ.
ഞാനിപ്പോ എനിക്ക് നമുക്ക് നിങ്ങൾക്കാണേലും ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ഒരു ഹോള് വീഴണമെങ്കിൽ വലിയ ഹോളാണേലോ ചെറിയ കറക്റ്റ് പ്രഷറിൽ കറക്റ്റ് ഡിസ്റ്റൻസിൽ വീഴണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഉള്ള വാട്ടറിന്റെ പ്രഷറും ഇതനുസരിച്ചുള്ളത് തന്നെ വരണം. ആ കറക്റ്റ് ഹോസ് ആണേലും പിടിച്ചാൽ നമ്മളൊരു ചെടിച്ചട്ടിയിലോട്ട് വെള്ളം വീഴണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഹോസിനെ നിയന്ത്രിച്ചാലേ ആ കറക്റ്റ് ചെടിച്ചട്ടിയിലെ വെള്ളം വീഴത്തുള്ളൂ. അപ്പൊ ഈ കറക്റ്റ് വെള്ളം വീഴേണ്ട ആ പ്രഷറിൽ ആ വെള്ളം അവിടെ അത്രയും വന്ന് വീണപ്പോ എനിക്കിത് മനസ്സിലായി. ഇതിന്റെ പുറകെ പ്രവർത്തിച്ചത് ദൈവം, ഏഞ്ചൽസ്, കർത്താവ് പാളയം ഇറക്കിയത് ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നത്. എന്റെ കൊച്ചടുക്കളയിൽ നിൽക്കുകയാണ്. എന്റെ മോനാണെ കാട്ടുതീ എന്നും പറഞ്ഞുകൊണ്ട് സൈഡിൽ ഒരു സ്റ്റെയർ ഉണ്ട്, അതിന്റെ മുമ്പിൽ കിടന്ന് കളിക്കുക. അവനിത് കണ്ടിട്ട് അവന് മനസ്സിലാവുന്നില്ല. കുടുംബം മുഴുവൻ, എന്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുടുംബം മുഴുവൻ തീരേണ്ട ആ വലിയ അവസ്ഥയിൽ നിന്നും അത്ഭുതകരമായിട്ട് വിടുവിച്ച്. ഈ സംഭവം ഉണ്ടായിട്ട് എനിക്ക് പിറ്റേ ആഴ്ച ഈ മീറ്റിങ്ങിനൊപ്പം എൻ്റെ ഉള്ളത്തിൽ കുത്തുകൊണ്ട്, ദൈവമേ ഇതെന്താ, ഞാനിത് പറയാതിരുന്നാൽ പറ്റത്തില്ലല്ലോ, ഇത്രയും എനിക്ക്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ട് അസുഖമൊക്കെ തുടങ്ങുന്ന ഒരു സമയം. അന്ന് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവചനം 43 അധ്യായം എടുത്ത് ഞാനൊരു വചനം എൻ്റെ വായിൽ, നീ തീ കൂടെ നടന്നാ വെന്തു പോകുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല എന്നുള്ള ആ പോർഷൻ എടുത്തിട്ട് ഞാൻ ടെസ്റ്റിമണിയും ഇതും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വന്നു. അന്ന് ഞാൻ ആ ദൈവവചനത്തിന് വേണ്ടി ആ ലജ്ജയില്ലാതെ അന്ന് ഞാൻ പോയി നിന്നപ്പോ എൻ്റെ ദൈവം എൻ്റെ വാ തുറന്നതാ. ഇന്ന് വരെ ഞാൻ അടക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ എസ് പറഞ്ഞത്. കാര്യം അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ഇനി എൻ്റെ അടുത്ത് എനിക്ക് സാഹചര്യമുള്ള ഒരു സമയത്ത് എൻ്റെ അടുത്ത് വചനത്തിൽ നിന്നോ അങ്ങനെ ഒരു പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ നോ പറയത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് ദൈവം എൻ്റെ വാ തുറന്നതാണ്. അതിനുശേഷം എനിക്ക് പ്രെയർ ഗ്രൂപ്പ്സുകൾ, എനിക്ക് നാണമെന്നൊക്കെ പറഞ്ഞിരുന്ന എന്നെ കൊണ്ട് പ്രെയർ ഗ്രൂപ്പ്സുകൾ ഇപ്പൊ 10-12 വർഷമായിട്ട് 2011 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ എത്ര വർഷങ്ങളായിരുന്നു അത് അങ്ങനെ നടത്താനൊക്കെ. അത് ദൈവം കൃപ ചെയ്തു. കാര്യം ഒരു പ്രാവശ്യം കർത്താവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് ആ എഴുന്നേറ്റ് നിന്ന ദൈവവചനത്തിൽ നിന്ന് ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് സകല ജനവും കാണുക, എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ചപ്പം കർത്താവ് അത്രമാത്രം പല പ്രതിസന്ധികളും പിന്നീടും കടന്നുപോയി, പല അനുഭവങ്ങളുണ്ടായി, പല എൻകൗണ്ടേഴ്സ് ഉണ്ടായി, ദൈവം നേരിട്ട് വന്ന അനുഭവങ്ങളുണ്ടായി. ഇതിനൊക്കെല്ലാം ദൈവം തന്നു. പല പ്രതിസന്ധികളും വന്ന് അതിനകത്തു നിന്നെല്ലാം വിടുവിച്ച് കർത്താവ് നിലനിർത്തി. അപ്പൊ അത്ര വലിയ ഒരു 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 കർത്താവിനെ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. അപ്പം ആ ഒരു നമ്മുടെ മനസ്സിന് വരുന്ന ഒരു മാറ്റമാണ് വചനത്തിൽ കൂടെ നമുക്ക് വരുന്നത്. മനസ്സിലെ ചില ചിന്തകള്, നിരൂപണങ്ങളെ മാറ്റിയിട്ട് നമ്മളെ ഒരു പുതിയ വ്യക്തിയായിട്ട് തീർക്കുന്ന ഒരു വലിയ വചനമാണ്. അതാണ് വചനത്തിന്റെ പവർ. ജീവനുള്ള വചനമാണ്, ചൈതന്യമുള്ളവൻ. ഈ വചനത്തിന്റെ ജീവൻ ഇല്ലാതെയാക്കുന്നത് അത് മനസ്സിലാകാതാകുമ്പോഴാണ്, അതെന്താന്ന് നമ്മൾ തിരിച്ചറിയാതാകുമ്പോഴാണ് അത് വെറും വാക്കുകളായിട്ട് മാറുന്നത്. അതിന്റെ പവർ അത്രയ്ക്ക് വലിയ പവറാണ്. സന്ധികളെയും മജ്ജകളെയും വേർപിരിക്കുക എന്നാ പറയുന്നത്. ജീവനെയും പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വേർതിരിക്കുന്നത്, ഹൃദയത്തിലെ ചിന്തകളെയും നിരൂപണങ്ങളെയും ഭാവങ്ങളെയും വേർതിരിക്കുന്നത്. ദാറ്റ് മീൻസ് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ, നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ വേർപെടുത്താൻ വചനത്തിന് മാത്രമേ കഴിയൂ. ഇന്നും വചനം പറയുന്നിടത്ത് രോഗങ്ങൾ സൗഖ്യമാകുന്നില്ലേ? പലർക്കും, എനിക്ക് പേഴ്സണലി പലതും അറിയാം. ഇന്ന ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ സർജറിക്ക് ടേബിളിൽ കൊണ്ട് കിടത്തി ഒന്നും കൂടെ നോക്കിയപ്പോൾ ആ ട്യൂമർ പോയി. എത്രമാത്രം നിങ്ങളും കേൾക്കുന്നുണ്ടാവും. അത് കാണുന്നില്ലാതെ ഇവിടെ പോയി. ഈ വചനമാണ് ഈ അസ്ഥിയെയും സന്ധ്യയും മജ്ജയും വേർപെടുത്തുമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ശരീരത്തിലെ എല്ലാം, ഇപ്പം ബ്ലഡിലുള്ള WBC ആണെങ്കിലും RBC ആണെങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലും എന്തുവാണെങ്കിലും അതിന് കൂടുതലോ കുറവോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയല്ല, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്തിനേയും മാറ്റാൻ കഴിയുന്നതാണ് ഈ വചനം. അത് വിശ്വസിച്ചാൽ അത് നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബൈബിളിൽ എത്രമാത്രം എക്സാമ്പിൾ നമ്മൾ കാണുന്നുണ്ട്. ലുദിയ എന്ന സ്ത്രീ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ലുദിയ, രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീ. അന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ സിനഗോഗില് അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് പുറത്ത് പുഴവക്കിൽ വന്നപ്പോഴാണ് കാണുന്നത് ലുദിയ എന്ന സ്ത്രീയും കുറച്ച് സ്ത്രീകളും അവിടെ ഇരിക്കുക. അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ അവരോട് സുവിശേഷം പറഞ്ഞപ്പം കർത്താവ് ലുദിയയുടെ ഹൃദയത്തെ തൊട്ടു. ലുദിയയുടെ ഹൃദയം തുറന്നു. അവിടെ ലുദിയയ്ക്ക് മാനസാന്തരം ഉണ്ടാകുന്നതാ.
അവിടെ ലുദിയ തന്റെ ഹൃദയം തുറന്നപ്പം ലുദിയ അപ്പോസ്തലനോട് പറയുന്ന ഒരു വചനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നെങ്കിൽ എൻ്റെ ഭവനത്തിൽ വന്ന് പാർപ്പിൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞ യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി ലുദിയയാണ്. ആ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ആ വലിയൊരു രൂപാന്തരം ഒരു വചനം കേട്ടതേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിച്ചില്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ അവിടെ സൈഡിലിരുന്ന് വചനം പറഞ്ഞപ്പോ എത്രയോ സ്ത്രീകൾ കേട്ട്. ഇതിനകത്ത് ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ മാത്രമാണ്. അപ്പൊ നമ്മളും ചിന്തിക്കണം. ഇന്ന് വരെ ഓരോരുത്തരുടെയും, നിങ്ങളെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ടാൽ എനിക്ക് സന്തോഷമാണ്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. ഈ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും, നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം പ്രാവശ്യം വചനം നമ്മൾ കേൾക്കുന്നുണ്ട്, എത്ര മാത്രം അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളുടെ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടുകളയുകയാണ്. പക്ഷെ ഇത് നമ്മുടെ ഹൃദയത്തിലോട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറുന്നതും രൂപാന്തരം വരേണ്ടടുത്ത് രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമ്പോഴാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടാകുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ലാണ് അല്ലെ. അപ്പൊ അതിന്റെ തുടർന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ അത് പരിശുദ്ധാത്മാവ് പൂർണ്ണനായിട്ട് പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ വചനം പറയുമ്പം അന്ന് അവിടെ കൂടി വന്നവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഹൃദയത്തിൽ കുത്തുകൊണ്ട് കൂട്ടമായിട്ട് വന്ന് പറയും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് അവരെന്താ ചെയ്തത്? കർത്താവിനെ ക്രൂശിച്ച്. പക്ഷെ ഈ വചനം ചെന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അന്ന് 3000-ത്തിലധികം പേര് സ്നാനമേറ്റെന്നാ പറയുന്നത്. പിന്നീട് നമ്മൾ പാപിനിയായ സ്ത്രീയെ കാണുന്നുണ്ട്, അവരിൽ വന്ന രൂപാന്തരം നമ്മൾ അറിയുന്നില്ലേ. അപ്പൊ ഈ വചനമാണ് രൂപാന്തരം ചെയ്യുന്നത്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ മിറക്കിൾ എന്താണെന്നറിയാം? മാനസാന്തരം, മനസ്സിന് മാറ്റം വരിക. ഇന്നും നമ്മുടെ മനസ്സിൽ മാറാതെ കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചില വൈരാഗ്യങ്ങള്, ചില വെറുപ്പുകള്, ചില തോന്നലുകള്, ചില ജഡ്ജ്മെന്റുകള്, ചില തീരുമാനങ്ങള് നമ്മളെ കൊണ്ട് അസാധ്യം, നമ്മൾ അശക്തരാണ്, നമ്മൾ വിചാരിച്ചിട്ട് പറ്റുന്നില്ല, ആ അവസ്ഥയിലാണെന്ന് പലരും. പക്ഷെ ഇത് മാറ്റാൻ സാധിക്കുന്ന എന്താണെന്നറിയാം? വചനമാണ്, കർത്താവിന്റെ സ്നേഹമാണ്. ഇത് നമ്മളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മളിൽ മാറാത്തതായിട്ട് ഒന്നുമില്ല. അതെന്തും ആയിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, അവസ്ഥകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, സാമ്പത്തിക അവസ്ഥകളാകട്ടെ, മറ്റ് ജോലി സംബന്ധമാകട്ടെ, ശാരീരികമായിട്ടുള്ളതാകട്ടെ, മനസ്സിലെ വെറുപ്പുകളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, റിലേഷൻസ് ആകട്ടെ, എന്തും മാറ്റാൻ ഈ വചനം പര്യാപ്തമാണ്. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെയും എന്നെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നന്ദി. ഇന്നെനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങളെ കൂടുതലായിട്ട് ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. ഓരോരുത്തരെയും ശക്തമായിട്ട് ദൈവത്തിന്റെ ആ ഒരു സുവിശേഷ വ്യാപ്തിക്കായിട്ട് അനേകരെ നിങ്ങളുടെ ഗാനങ്ങളിലൂടെ അനേകരെ കർത്താവിലോട്ട് ആകർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. Thank you, Sister Asha, for this beautiful, blessed, powerful message. Now we have the closing song. Namukku Sister Sylvia Babu will sing. Okay. മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ, ഈ താതൻ എന്റെ താതൻ, കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോൻ, കൈവിടില്ലെന്നെ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോൻ, കൈവിടില്ലെന്നെ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോൻ, പരമോന്നതൻ. പോറ്റുന്നവൻ,
പുലർത്തുന്നവൻ പാലിക്കുന്നു പരമോന്നതൻ ഈ ദൈവം എന്റെ ദൈവം ഈ താതൻ എന്റെ താതൻ ഈ ദൈവം എന്റെ ദൈവം ഈ താതൻ എന്റെ താതൻ മാറില്ലവൻ